നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സർക്കാർ വൻ പദ്ധതികൾക്ക് ഒരുങ്ങുന്ന പ്രദേശത്ത് BJP മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ കുടുംബം വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായി ആരോപണം. 2023 ഡിസംബറിനും 2025 ഡിസംബറിനുമിടയിൽ 168 ഏക്കർ ഭൂമിയിലായി 137 പ്ലോട്ടുകൾ മുഖ്യമന്ത്രിയുടെ കുടുംബം വാങ്ങിക്കൂട്ടിയതായാണ് ദേശീയ മാധ്യമം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2023 ഡിസംബർ 13-നാണ് മുഖ്യമന്ത്രിയായി മോഹൻ യാദവ് ചുമതലയേറ്റത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഭൂമി സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ അടുത്ത കുടുംബാംഗങ്ങൾ ആരംഭിച്ചുവെന്നാണ് സൂചന. 45 കോടിയോളം രൂപ ചെലവിട്ടാണ് ഭൂമി വാങ്ങിക്കൂട്ടിയത്. അതിന് പിന്നാലെ സർക്കാർ നിരവധി പദ്ധതികൾ ഉജ്ജയിനിയിൽ പ്രഖ്യാപിച്ചു. മോഹൻ യാദവിന്റെ ഭാര്യ, മരുമകൾ, സഹോദരന്മാർ തുടങ്ങി അടുത്ത ബന്ധുക്കളുടെ പേരിലായിരുന്നു ഭൂമി കച്ചവടം. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളും ഭൂമി സ്വന്തമാക്കി. ഹൈവേകൾക്കും റോഡ് വികസിക്കുന്ന പ്രദേശങ്ങൾക്കും നഗര വികസന പദ്ധതികൾക്ക് സമീപവും ഒക്കെയാണ് ഏറ്റെടുത്ത പ്ലോട്ടുകളിൽ ഏറെയും. പദ്ധതികൾ പൂർത്തിയാവുന്നതോടെ ഈ പ്ലോട്ടുകളുടെയൊക്കെ മൂല്യം 10 മടങ്ങായി ഉയരും. മോഹൻ യാദവ് അധികാരത്തിലേറും മുൻപ് തന്നെ കുടുംബത്തിന്റെ കയ്യിൽ വലിയ ലാൻഡ് ബാങ്ക് ഉണ്ടായിരുന്നതായാണ് സൂചന. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതോടെ ഭൂമി കച്ചവടത്തിന് ആക്കം കൂടി. കൃഷിഭൂമി റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ ഏരിയയാക്കി തരംതിരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലാണ് കച്ചവടങ്ങൾ നടന്നത്. ഇതും ഭാവി സാധ്യത കണക്കിലെടുത്താണ്. ഇത് വ്യക്തമായ അധികാര ദുർവിനിയോഗമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. തന്റെ കുടുംബാംഗങ്ങളുടെ ബിസിനസ് താൽപര്യത്തെ മോഹൻ യാദവിന്റെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കരുതെന്നാണ് BJP പറയുന്ന ന്യായീകരണം. വർഷങ്ങളായി അദ്ദേഹത്തിന്റെ കുടുംബം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഉള്ളവരാണെന്നും പാർട്ടി വിശദീകരിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുന്നതിനിടയിലും ഈ പ്ലോട്ടുകളിൽ നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. സ്വകാര്യ ബിൽഡർമാർക്കാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. ഉജ്ജയിനിയിലെ അതിവേഗം വികസിക്കുന്ന പ്രോപ്പർട്ടി മാർക്കറ്റിൽ വലിയ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം. ഈ കച്ചവടത്തിലൂടെ മുഖ്യമന്ത്രിയുടെ തൊപ്പി തെറിക്കുമോ എന്നുള്ളതാണ് ഈ സ്റ്റേറ്റിലെ രാഷ്ട്രീയ മേഖല ഉറ്റുനോക്കുന്നത്.